ഹായ്, ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. A+ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷോർട്ട് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഈ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 13 സ്റ്റാറ്റിസ്റ്റിക്സ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് മാത്രം പഠിക്കേണ്ട, ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ പഠിക്കുക. തീർച്ചയായിട്ടും ഇത് തന്നെ ചോദിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, രക്ഷപ്പെട്ടു. എങ്കിലും ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, ആ പോർഷനും പഠിക്കണം. കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് 9 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ബയോളജി സയൻസുകാർക്ക് 6 മാർക്കും. സോ തീർച്ചയായും കൊമേഴ്സുകാർ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പോർഷനും പഠിക്കുക. ബയോളജി സയൻസുകാർ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് തീർച്ചയായും പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നോക്കിക്കണ്ട് പഠിക്കുന്നതിനേക്കാളും പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ 6 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ചാപ്റ്ററിൽ 1-2 ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് നമ്മൾ അറിയേണ്ടതുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് കീ പോയിന്റ്. First of all, for grouped data, mean variance standard deviation കാണുന്ന ഫോർമുല. For grouped data, mean കാണുന്ന ഫോർമുല, മീനിന്റെ നൊട്ടേഷൻ x bar, sigma fx by capital N, where capital N എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസീസ്, ഫ്രീക്വൻസിയുടെ സം, അതാണ് ക്യാപിറ്റൽ N. ഇത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. x bar കാണുന്ന ഫോർമുല സിഗ്മ fx by capital N. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് സ്ക്വയർ, സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. വേരിയൻസ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. നൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 3 സംഗതിയാണ് സാധാരണ എക്സാമിനേഷൻ ചോദിക്കുന്നത്. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ചിലപ്പോൾ ഈ വർഷം ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതുകൂടെ പഠിക്കുക. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ N. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ ഈ എക്സ് ബാറിന്റെ പ്ലേസിൽ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മീഡിയൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ. സോ മീൻ ഡീവിയേഷൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ N. ഇത്രയും ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വരാം. ഒന്ന് എക്സ് ഒബ്സർവേഷനും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്ന് ഉള്ള രീതിയിൽ വരാം. അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവലും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടും വരാം. ഈ 2 രീതിയും നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. സോ മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് മസ്റ്റായിട്ട് പഠിക്കുക. ഇതും കൂടെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 6 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ചില സമയങ്ങളിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാറുണ്ട്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ മീൻസ് കുറച്ച് ഒബ്സർവേഷൻസ് കോമയിട്ട് തന്നിരിക്കും. 2, 4, 6, 8 ഇങ്ങനെ കുറച്ച് ഒബ്സർവേഷൻസ് മാത്രം തന്നാൽ അതിനെയാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ മീൻ കാണുന്ന ഫോർമുല സിഗ്മ എക്സ് ബൈ N. ഒബ്സർവേഷൻസ് എല്ലാം കൂടെ കൂട്ടുക, മൊത്തം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കഴിഞ്ഞു. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എക്സ് സ്ക്വയർ ബൈ സ്മോൾ ലെറ്റർ N. കണ്ടോ, ഈ എഫ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. സിഗ്മ എക്സ് സ്ക്വയർ ബൈ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇതിന് സമാനമായ ഫോർമുല തന്നെയാണ്. ഫ്രീക്വൻസി കട്ട് ചെയ്ത് ഇവിടെ സ്മോൾ n കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസീസ്, സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. വേരിയൻസ് കാണുന്ന ഫോർമുല എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ N മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. Now mean deviation about mean കാണുന്ന ഫോർമുല സിഗ്മ, ഇവിടെ എഫ് അങ്ങ് കട്ട് ചെയ്താൽ മതി, മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ സ്മോൾ n. ഫ്രീക്വൻസി തന്നിട്ടില്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എപ്പോഴും സ്മോൾ n ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി സൂചിപ്പിച്ച് റൂട്ട് വേരിയൻസ്. ഇത് ഈ വർഷം നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണുന്ന ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം, അത് നമുക്ക് എക്സാമിനേഷൻ ഇല്ല. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർ ദ ഒബ്സർവേഷൻസ് 2, 4, 6, 8, 10. ഇതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ വന്നാൽ
വേരിയൻസ് കാണാൻ ആദ്യം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എഴുതുക. n ഈക്വൽ ടു എന്താണ് 5. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 2, 4, 6, 8, 10 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്? സിഗ്മ എക്സ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30. നെക്സ്റ്റ് സിഗ്മ എക്സ് സ്ക്വയർ കാണുക. ഈ ഒബ്സർവേഷൻ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64, 10ന്റെ സ്ക്വയർ 100 എല്ലാം കൂടെ കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി ആഡ് ചെയ്യുമ്പോൾ 220. ഇനി വെറുതെ ഫോർമുലകൾ അപ്ലൈ ചെയ്താൽ ആൻസർ ആയി. മീൻ കാണുന്ന ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് 30 ബൈ 5 ദാറ്റ് ഈസ് 6. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 220 ബൈ 5 മൈനസ് എക്സ് ബാർ 6 അതിന്റെ സ്ക്വയർ 36. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. നൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ് ദാറ്റ് ഈസ് റൂട്ട് 8 ദാറ്റ് ഈസ് 2.83. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈ വർഷം നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ചോദിക്കത്തും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ വർഷം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ക്ലാസ് ഇന്റർവൽ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ഇത് നമ്മൾ ടേബിളിൽ രേഖപ്പെടുത്തുക, കുത്തനെ എഴുതുക. ക്ലാസ് എഴുതി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത്രയും ആദ്യം എഴുതാം. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനിൽ റോ വൈസ് തന്നിരുന്നു, അത് നമ്മളിപ്പോൾ കോളം വൈസ് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. അപ്പോൾ എന്ത് കിട്ടി? 50. ഇനി എക്സ് കണ്ടെത്തണം. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ. ഈ ക്ലാസ് ഇന്റർവെൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുക. 0 + 10 10, 10ന്റെ പകുതി 5, 10ഉം 20ഉം കൂട്ടിയാൽ 30, അതിന്റെ പകുതി 15, 20ഉം 30ഉം കൂട്ടിയാൽ 50, അതിന്റെ പകുതി 25. ഇവിടെ 10 കൂട്ടിയിലേ പോകുന്നത്, അപ്പോൾ താഴോട്ടും അങ്ങനെ ആയിരിക്കും 35, 45, അല്ലെങ്കിൽ 50, 40, 90, അതിന്റെ പകുതി 45, അങ്ങനെ പറയാം. അപ്പൊ ക്ലാസും ഫ്രീക്വൻസിയും തന്നാൽ ആദ്യം എക്സ് കാണുക. എക്സ് എന്ന് പറഞ്ഞാൽ ദാ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ് വാല്യൂ. അടുത്ത് വളരെ സിമ്പിൾ ആണ്, എഫ് എക്സ് കാണുക. ഈ രണ്ട് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. എഫ് എക്സ് 5 × 5 25, 8 × 15 120, 15 × 25 മൾട്ടിപ്ലൈ ചെയ്യുക, 16 × 35 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, 6 × 45 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1350. അതിനെയാണ് നമ്മൾ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് എക്സിന്റെ സം. അടുത്ത് നമ്മൾ കാണേണ്ടത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. വേരിയൻസ് കാണാൻ ആവശ്യമായ സംഗതികൾ കണ്ടെത്തുക. എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ വളരെ സിമ്പിൾ ആണ്. എഫും എക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് എക്സ് കിട്ടി. അടുത്ത് ഈ കോളം കിട്ടാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സും എഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് എക്സ് സ്ക്വയർ കിട്ടും. 5 × 25 125, 15 × 120 1800, 25 × 375 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. കോളം എഴുതിയത് പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് എഴുതി, പിന്നെ എഫ് എക്സ് കാണുക. ദെൻ എക്സും എഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത കോളം എഴുതുക. അവസാനത്തെ രണ്ട് കോളവും ആഡ് ചെയ്ത് ഇവിടെ താഴെ എഴുതുക. ഇനി ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ 50. മീൻ കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. എഫ് എക്സിന്റെ സം എത്രയാണ്? 1350 ബൈ ക്യാപിറ്റൽ എൻ 50. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 27. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ലാസ്റ്റ് കോളം 430 50 ബൈ ക്യാപിറ്റൽ എൻ 50 മൈനസ് എക്സ് ബാർ 27ന്റെ സ്ക്വയർ 729. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 132. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് റൂട്ട് 132 ദാറ്റ് ഈസ് 11.49. CV ചോദിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ചെയ്താൽ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 42.56. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒബ്സർവേഷൻസ് നൽകിയിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നൽകിയിട്ടുണ്ട്. മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് ചോദിച്ചില്ല എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്. രണ്ട് രീതിയിൽ ചോദിക്കാം. ക്ലാസ് ഇന്റർവൽ തന്നിട്ട് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒബ്സർവേഷനും ഫ്രീക്വൻസിയും തന്നിട്ട് ചോദിക്കാം. ക്ലാസ് ഇന്റർവൽ തന്നാൽ അതിൽ നിന്ന് എക്സ് വാല്യൂ കാണാൻ നമുക്കറിയാം. അപ്പൊ രണ്ടും ഒരേ പാറ്റേൺ തന്നെയാണ്. ഇവിടെ എക്സ് ഒബ്സർവേഷൻസും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ആദ്യം എക്സ് വാല്യൂ കോളമായിട്ട് എഴുതുക, എഫ് ഫ്രീക്വൻസി കോളമായിട്ട് എഴുതുക. ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 40, അതാണ് ക്യാപിറ്റൽ എൻ. എന്നിട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണം. അപ്പോൾ മീൻ ആദ്യം കണ്ടെത്തണം. അതിനുവേണ്ടി എഫ് എക്സ് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഈ കോളത്തിൽ എഴുതുക. 2 × 2 4, 5 × 8 40. സിമിലർലി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ബാർ കണ്ടെത്താം. എക്സ് ബാർ കാണുന്ന ഫോർമുല
സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. എല്ലാം കൂടെ സം എന്താണ്? എഫ് എക്സിന്റെ സം 300 ബൈ ക്യാപിറ്റൽ എൻ, ദാറ്റ് ഈസ് 40. 300 ബൈ 40 7.5 എന്ന് കിട്ടും. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണണമെങ്കിൽ ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ എൻ. അപ്പൊ ആദ്യം മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന വാല്യൂ കണ്ടെത്തണം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 7.5. അപ്പൊ ഈ കോളം എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് വാല്യൂ 2 മൈനസ് എക്സ് ബാർ 2 മൈനസ് 7.5. എക്സ് ബാർ 7.5 ആണ്. 2 മൈനസ് 7.5 5.5. 5 മൈനസ് എക്സ് ബാർ 5 മൈനസ് 7.5 ദാറ്റ് ഈസ് 2.5 അല്ലെ. എല്ലാം മോഡുലസ് എടുക്കുക, അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രം എഴുതിയാൽ മതി. 6 മൈനസ് 7.5 1.5. 8 മൈനസ് 7.5 0.5. 10 മൈനസ് 7.5 2.5. 12 മൈനസ് 7.5 ദാറ്റ് ഈസ് 4.5. നെക്സ്റ്റ് ഈ കോളത്തിൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് അടുത്ത കോളം. എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ, ഇതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഈ കോളത്തിലിരിക്കുന്ന എലമെന്റും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 5.5 അതാണ് ഇവിടെ എഴുതേണ്ടത്. 8 ഇൻറ്റു 2.5 ഇവിടെ എഴുതുക. 10 ഇൻറ്റു 1.5 എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുക, ദാറ്റ് ഈസ് 92. എങ്കിൽ ഫോർമുല ലാസ്റ്റ് കോളത്തിലെ വാല്യൂ 92 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്താണ്? 40. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2.3. ഇത് എക്സും ഫ്രീക്വൻസിയും തന്നു. ഇനി ക്ലാസ് ഇന്റർവലും ഫ്രീക്വൻസിയും തന്നാൽ ക്ലാസ്സിൽ നിന്ന് എക്സ് വാല്യൂ കണ്ടെത്തുക, മിഡ് വാല്യൂ. അത് നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ആ പ്രോബ്ലം കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചില്ല എങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഉൾപ്പെടുന്ന പ്രോബ്ലം ആയിരിക്കും ചോദിക്കാൻ സാധ്യത. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് ഫൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത്തരത്തിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിക്കാം. അങ്ങനെയാണ് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചത്. മറ്റൊരു സാധ്യതയുണ്ട്, ഒരു 2 മാർക്കിന് കുറച്ച് ഒബ്സർവേഷൻസ് ഡിസ്ക്രീറ്റ് ആയിട്ട്, അതായത് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ 2, 5, 7, 10, 3 ഇങ്ങനെ ഒരു 4-5 ഡേറ്റ തന്നിട്ട് ഫൈൻഡ് മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കാം. എന്നിട്ട് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ എന്ന രീതിയിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അങ്ങനെ 2 മാർക്ക് 4 മാർക്ക് അങ്ങനെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഈ ചാപ്റ്ററിന് ചോദിക്കാം. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രോബ്ലം മാത്രം പഠിച്ചിട്ട് പോകണ്ട, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുന്നതാണ് നല്ലത്. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള എസ്ഐ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം. ലിമിറ്റ്സ്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, അതൊക്കെ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ 6 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തറവായി ഈ ചാപ്റ്റർ പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും 6 മാർക്ക്, യാതൊരു സംശയമില്ല. സോ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.